ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളും മരുമക്കളും പേരക്കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിലെ ജോലികളെല്ലാം തീർത്ത് സ്കൂളിലേക്ക് പോകുന്ന ടീച്ചർ എയ്യോ എത്തിയ ദിവസമായിട്ടും ടീച്ചർ വളരെ വൈകി. ബസ്സോ ഓട്ടോയോ കിട്ടാതെ റോഡിൽ വിഷമിച്ച് നിൽക്കുന്ന ടീച്ചറുടെ അടുത്തേക്ക് ബൈക്കിൽ പോയ ഒരു ചെറുപ്പക്കാരനും ഫാമിലിയും തിരിച്ചു വരുന്നു. ടീച്ചറുടെ പഴയ സ്റ്റുഡൻ്റായ ശ്രീജിത്ത് ആയിരുന്നു അത്. അവർ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. അവരുടെ മകളുടെ പേര് സരസ്വതിയാണെന്നറിഞ്ഞ ടീച്ചർ സന്തോഷവതിയാവുന്നു. വാഹനം കിട്ടാതെ നിൽക്കുന്ന ടീച്ചറെ ശ്രീജിത്ത് ബൈക്കിൽ സ്കൂളിലെത്തിക്കുന്നു. അപ്പോഴേക്കും സ്കൂളിൽ അസംബ്ലി കഴിഞ്ഞിരുന്നു. മേരി ടീച്ചർ വന്ന് രജിസ്റ്റർ എയ്യോ എടുത്തു വെച്ചത് പറയുന്നു. സൈൻ ചെയ്യണമെങ്കിൽ അങ്ങേരുടെ അടുത്തേക്ക് പോകണമെന്ന് പറയുന്നു. രണ്ടുപേരും കൂടി എയ്യോയെ കാണാൻ പോകുന്നു. അസംബ്ലി കഴിഞ്ഞു വന്ന ടീച്ചറെ എയ്യോ വഴക്കു പറയുന്നു. റിപ്പോർട്ട് ചെയ്യുമെന്നു. ടീച്ചിങ് നോട്ട്സ് ചോദിക്കുന്നു. ടീച്ചറുടെ ക്ലാസ് കാണണമെന്ന് എയ്യോ. വൈകിയതിന് ഹാഫ് ഡേ ലീവ് നോട്ട് ചെയ്യുന്നു. ടീച്ചർ ഈണത്തിൽ ക്ലാസ്സിൽ കവിത ചൊല്ലുന്നു. അത് കേൾക്കുന്ന എയ്യോ ടീച്ചറുടെ ക്ലാസ്സിൽ ചെന്ന് കുട്ടികളുടെ കൂടെ ബെഞ്ചിൽ ചെന്നിരിക്കുന്നു. കുട്ടികൾ കവിത റോൾ പ്ലേ ആയി അവതരിപ്പിക്കുന്നു. ആസ്വദിച്ച് ടീച്ചറുടെ ക്ലാസ് കാണുന്ന എയ്യോയ്ക്ക് വളരെയധികം സന്തോഷമാവുന്നു. സ്കൂളിലെ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന എയ്യോ ടീച്ചറോട് ക്ലാസ് നന്നായെന്ന് പറയുന്നു. പക്ഷേ വൈകി വരരുതെന്ന് പറയുന്നു. ടീച്ചർ ക്ഷമാപണം നടത്തുന്നു. സ്കൂൾ വിട്ടുപോകുന്ന മേരി ടീച്ചറും സരസ്വതി ടീച്ചറും ആവശ്യമില്ലാത്ത കാര്യത്തിൽ ചാടിപ്പിടിച്ച് ടീച്ചർ എന്ന വില കളയരുതെന്ന് പറയുന്നു. എയ്യോ പങ്ക്ച്വാലിറ്റി ഇല്ലാത്ത ഉഴപ്പൻ ടീച്ചറായിട്ടല്ലേ കണ്ടതെന്ന് ചോദിക്കുന്നു. മക്കളെ വളർത്താൻ പാടുപെടുന്നത് അവർക്കും കൂടി മനസ്സിലാവണമെന്ന് മേരി ടീച്ചർ പറയുന്നു. ഇളയ മകൾ വീണയ്ക്ക് 6 മാസമായപ്പോൾ പട്ടാളക്കാരൻ കളഞ്ഞിട്ട് പോയതല്ലേ, ഇനിയും മക്കളുടെ ഭാരം ചുമക്കണ്ട എന്ന് പറയുന്നു. അവരുടെ തർക്കത്തിനിടയിൽ സരസ്വതി ടീച്ചറുടെ മൊബൈലിലേക്ക് കോൾ വരുമ്പോൾ ടീച്ചർ എടുക്കാതെ കട്ടാക്കുന്നു. പിറ്റേ ദിവസം സരസ്വതി ടീച്ചറും മകൾ വീണയും കൂടിയാണ് സ്കൂട്ടിയിൽ സ്കൂളിലേക്ക് പോകുന്നത്. എയുടെ കാര്യമൊക്കെ അവർ പറയുന്നു. ടീച്ചറെ സ്കൂളിൽ ഇറക്കിവിട്ട് വീണ പോകുന്നു. ഇത് കാണുന്ന PTA പ്രസിഡന്റ് എയുടെ ഡോസ് കിട്ടിയതുകൊണ്ടാണ് നേരത്തെ എത്തിയതല്ലേ എന്ന് ചോദിക്കുന്നു. മകൻ മഹേഷിൻ്റെ ബേക്കറിയിൽ അവൻ്റെ ഗേൾഫ്രണ്ട് എത്തുന്നു. മഹേഷ് അവൾക്ക് ജ്യൂസും സ്നാക്സും കൊടുക്കുന്നു. ജീവനക്കാർ അവനെ കുറ്റം പറയുന്നു. മഹേഷിൻ്റെ വൈഫ് രേണു അറിഞ്ഞാൽ തല വെട്ടുമെന്നും പറയുന്നു. കടയിൽ സാധനം വാങ്ങാൻ വന്നയാളെ ഇല്ലെന്ന് പറഞ്ഞ് മഹേഷ് തിരിച്ചയക്കുന്നു. ക്ലാസ്സിലേക്ക് വരുന്ന സരസ്വതി ടീച്ചർ കുട്ടികളുടെ പ്രസൻറ്റ് എടുക്കുന്നു. അതിൽ വിദ്യ എന്ന കുട്ടി ക്ലാസ്സിൽ വന്നിട്ട് പുറത്തേക്ക് പോയെന്നറിയുന്നു. മേരി ടീച്ചറുടെ ക്ലാസ്സിൽ ചെന്ന് എൻ്റെ ക്ലാസ്സിലെ വിദ്യ എന്ന കുട്ടിയെ ക്ലാസ്സിൽ വന്ന് ബാഗ് വെച്ചിട്ട് എങ്ങോട്ടോ പോയെന്ന് പറയുന്നു. അവൾ വന്നാൽ എല്ലാ ദിവസവും കടയിൽ മിഠായി വാങ്ങാൻ പോവാറുണ്ടെന്നും കൂട്ടുകാർ പറയുന്നു. സ്കൂൾ മുഴുവൻ തിരഞ്ഞിട്ടും കാണാതിരുന്നതിനാൽ അവർ രാഘവൻ ചേട്ടൻ്റെ കടയിൽ പോയി അവൾ അങ്ങോട്ട് വന്നോ എന്ന് ചോദിക്കുന്നു. അവൾ വന്നു, മിഠായി വാങ്ങി പോവുകയും ചെയ്തെന്ന് പറയുന്നു. തിരിച്ച് സ്കൂളിൽ പോയെന്ന് ശ്രദ്ധിച്ചില്ലെന്ന് പറയുന്നു. ഇവരെ കാണുന്ന PTA പ്രസിഡന്റ് എന്തോ കുഴപ്പമുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തു പറ്റി സാറേ എന്ന് ചോദിക്കുന്നു. ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവർ പിന്നെയും സ്കൂളിലേക്ക് പോകുന്നു. സ്കൂൾ കോമ്പൗണ്ടിൽ മുഴുവൻ കുട്ടിയെ തിരയുന്നു. എവിടെയും കാണുന്നില്ല. ആകെ പരിഭ്രാന്തരായി വിഷമിച്ച് നിൽക്കുന്ന മേരി ടീച്ചറും സരസ്വതി ടീച്ചറും. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.